പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പണി മീനുവിന് കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന ഹർഷൻ ഇതേ തുടർന്ന് തൻ്റെ ചതി നടത്തിയിരിക്കുകയാണ്. ഇതോടെ ഇനി എല്ലാവരുടെയും മുൻപിൽ മീനു നാണം കെടും എന്നുള്ള കാര്യം ഹർഷൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മീനു ചെയ്യുന്നത്. മീനുവിൻ്റെ പ്രവൃത്തികൾ കാണുന്ന ശിവയ്ക്കും ഈ കാര്യങ്ങൾ വളരെയധികം ഇഷ്ടമാവുകയും എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് ഗംഭീരമായി തന്നെ പോകട്ടെ എന്നും ഇത് പ്രസ്റ്റീജിൻ്റെ കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മീനു എൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് യാതൊരു വിധത്തിലുമുള്ള തെറ്റ് സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നതായി പറയുകയും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നടത്തുന്നത് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശിവരഞ്ജനിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത്. ഈ കാര്യം ഹർഷനെ സന്തോഷിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് ഹർഷൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ കുറ്റങ്ങൾ മുഴുവൻ മീനുവിൻ്റെ മുകളിലേക്ക് വരികയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് മീനു ഭയപ്പെടുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് മീനു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. എല്ലാവരും മീനുവിനെ കുറ്റപ്പെടുത്തി തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മീനു ആകട്ടെ കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് യാതൊരു തെറ്റും വന്നിട്ടില്ല എന്ന് ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഈ പ്രശ്നം മറക്കരുത് ഉണ്ടായത് എന്നുള്ള കാര്യം പറയാമോ ഇനി ഒരിക്കലും വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന നിലപാട് എടുക്കുകയും ചെയ്യുന്ന ഇത് നേരത്തെ പറഞ്ഞതാണ്. മീനു കമ്പനി ജോയിൻ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് പറഞ്ഞതാണ്. പക്ഷേ ഇനി എങ്ങനെയെങ്കിലും മീനുവിനെയും ശിവരഞ്ജനെയും എങ്ങനെയാണ് എന്നുള്ള കാര്യം സുഹാസിനി തന്റെ മകനോട് പറഞ്ഞിരിക്കുകയാണ്. അവർ ഒരുമിക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കാണ്. അത് എനിക്ക് ഉറപ്പു തരാൻ സാധിക്കുന്ന ഒരു അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന അവൻ അവിടെ ആകെ നിന്നു പോകുന്ന മീനു ആകെ നാണുവിന്റെ ജീവിതത്തിലാണ് വഴിത്തിരിവായ അറസ്റ്റ് ഉണ്ടാകുന്നത്. മീനുവിനെ വിവാഹ പന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുള്ള കാര്യമാണ് അവളെ തകർത്ത് കളയുന്നത്. ഇതോടെ ഇതിനു പിന്നിലെ സത്യം കണ്ടെത്തുക തന്നെ വേണമെന്നുള്ള തീരുമാനം എടുത്തുകൊള്ളുകയും ചെയ്യുന്നു. മുന്നിലേക്ക് പോകും നാരായണനെയും പോലീസിനെ പറ്റി മനസ്സിലാക്കാൻ മീനുവിനെ സാധിക്കുന്നത്. സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ എന്തായിരുന്നു മീനു എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാതെയാകെ പകച്ചു പോയിരിക്കുകയാണ്. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മീനു പോലീസുകാരോട് പറയുകയാണ്. എന്നെ കുറ്റം മുഴുവൻ ഞാൻ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ചതാണ് എന്നും അല്ലാതെ എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതല്ല. വെറുതെ എന്നെ പറയുന്നു പ്രതിയാക്കി. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥൻ അത് പ്രശ്നമാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അവിടേക്ക്. ഇതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഞാനും കണ്ടതാണ് നീ കിച്ചണിലേക്ക് കയറി പോകുന്നത്. എന്തിനാണ് നിനക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യം? യാതൊരു ആവശ്യവുമില്ല. അപ്രതീക്ഷിതമായ അവരുടെ കടന്നുവരവുള്ളതാണ് മീനുവിനെ ആകെ ഞെട്ടിച്ചു വലിഞ്ഞു. മാത്രവുമല്ല ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്ന് കാണുന്ന അവർ വക്കീലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇല്ല.
മീനുവിന്റെ മുകളിൽ ചാർത്തപ്പെട്ട കേസ് ഏതാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്ന് ഹർഷനാകെ എന്തൊക്കെ സംഭവിച്ചാലും മീനുവിനെ ഞാൻ കയറി വരുക തന്നെ ചെയ്യുമെന്ന് ശിവരഞ്ജിനി പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഒടുവിൽ തുറന്നു പറയാൻ തയ്യാറാകുന്നു. മീനു നിങ്ങളുടെ ആളായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല എന്ന് വിളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. ഉറപ്പാകുന്നു. ഇതേ തുടർന്ന് ശിവ വിട്ടയക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പോലീസുകാരൻ പറയുകയും നിനക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനുവിനോട്. എന്നാൽ ഇതോടെ മീനുവിനെ കിച്ചണിലേക്ക് ആവുകയും ചെയ്യുന്നു. മീനുവിനോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് ഈ കാര്യം വ്യക്തമാക്കുന്ന ശിവരഞ്ജിനി ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞാനും ഹർഷൻ എന്റെ നിൽക്കുന്നു. ഇതോടെ കൂടെയുണ്ടാകുന്നിലേക്ക് അറിയിച്ചത് മീനുവിനെ അവിടെ ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് നാരായണന്റെ കാര്യം മീനു പറഞ്ഞിരിക്കുകയാണ്. അവനെ എന്ന് ഉറപ്പിക്കുകയും ഇവിടേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖത്തടിക്കുന്ന നിന്ന് വിടിയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇനിയും കാര്യങ്ങൾ ചെയ്തു തരണം എന്നും പറഞ്ഞതിനെ ചെയ്യരുത് എന്നും അതും നമ്മളൊക്കെ ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്. ശിവരഞ്ജിനി ബിസിനസ്സിൽ തന്നെ കള്ളത്തരം കാണിക്കാമെന്ന് പറഞ്ഞു വളരുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നുകൊണ്ടുപോവുകയാണ്. നശിപ്പിക്കുന്നതിന് വേണ്ടിയാകരുത് ഇതുപോലുള്ള കള്ളത്തരം അറിയാൻ ഇടയാകുന്നത് ശിവ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് എങ്ങനെയാണ് മകളെ രക്ഷിക്കേണ്ടത് എന്ന് എന്റെ ഫാമിലിയുടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് ക്ഷമ ചോദിക്കാൻ ഞാൻ മീനുവും കടന്നു വരുന്നത് മീനുവിനോട് പറഞ്ഞതിനെ തുടർന്ന് മീനു പറയുന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമാക്കുന്ന ശിവരഞ്ജിനി കൂടി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് മീനുവിന്റെ കൈപുണ്യം അറിയുക തന്നെ ചെയ്യും. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നു.